ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? നമ്മളിപ്പോൾ കോയമ്പത്തൂർ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ പോകുന്നത് സിംഗപ്പൂരിലേക്കാണ്. $4.5 ജേണി കഴിഞ്ഞ് ഞങ്ങൾ സിംഗപ്പൂർ എയർപോർട്ടിലെത്തി. സിംഗപ്പൂരിനെ SG എന്ന ഷോർട്ട് നെയിമിലാണ് അറിയുന്നത്. എവിടെ നോക്കിയാലും SG ബോർഡുകൾ കാണാം. അഡ്വർടൈസ്മെൻ്റൊക്കെ എല്ലാം SG എന്നതിലാണ് എഴുതുന്നത്. സിംഗപ്പൂർ ഇപ്പോൾ 60th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മന്താണ്. ആ സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. വിശാലമായ എയർപോർട്ട്, ഫുള്ള് ഗ്രീനറി, നിറയെ മരങ്ങളുമൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു എയർപോർട്ടാണത്. ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. സിംഗപ്പൂർ വിസ അപ്ലൈ ചെയ്തത് ഞങ്ങൾ ദുബായിലെ വാഫി മാളിലാണ്. എല്ലാ ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് വിത്തിൻ 24 hours ഞങ്ങൾക്ക് 2 year വിസ കിട്ടി. സിംഗപ്പൂർ അറൈവൽ കാർഡും പാസും എല്ലാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമിഗ്രേഷനൊക്കെ ക്വിക്ക് ആൻഡ് ഈസി ആയി. ഞങ്ങളിവിടെ ഏർലി മോർണിംഗ് 4 o'clock ലാൻഡ് ചെയ്തു. ഒരു 5 ആയപ്പോൾ ഞങ്ങൾ ഹോട്ടൽ റൂമിലോട്ട് പോയി. ഫുറാമ റിവർ ഫ്രണ്ട് ഹോട്ടലിലാണ് ഞങ്ങളുടെ താമസം. അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കാണാം. ഇവിടെ നല്ല വെതറാണ്. അതുകൊണ്ട് തന്നെ ഉറക്കക്ഷീണമെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാം കൂടി ഒരു മോർണിംഗ് വാക്കിന് പോയി. ഇവിടെ എവിടെ നോക്കിയാലും വലിയ വലിയ മരങ്ങളാണ്. പിന്നെ നിറയെ ബോഗൻവില്ല ഫ്ലവേഴ്സുകളും കാണാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ അവർ നല്ലോണം ട്രൈ ചെയ്യുന്നുണ്ട്. ദിവസവും എത്രയോ മരങ്ങൾ അവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അഥവാ വല്ല മരങ്ങൾ കട്ട് ചെയ്താൽ തന്നെ അതിനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അതുപോലെ വയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഫുൾ ഗ്രീനറിയാണ്. ഇത് ഇവിടെ അടുത്തുള്ള ഒരു ഹോക്കേഴ്സ് സ്ട്രീറ്റാണ്. പലതരം ഫുഡുകൾ കിട്ടുന്ന ഒരു സ്ട്രീറ്റ്. അതെല്ലാം തുറക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ ഒരു വർഷിപ്പ് ഏരിയ കാണാൻ പറ്റും. നിറയെ ചന്ദനത്തിരിയൊക്കെ കൊളുത്തി വെച്ചിട്ടുള്ളത്.
ഇത് നമ്മുടെ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ് ലോബിയിലുള്ള വ്യൂ ആണ്. ഇതിവിടുത്തെ മുസ്തഫ സെൻറ്ററാണ്, ഷോപ്പിംഗ് സെൻറ്റർ. ഇതെല്ലാം ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതെല്ലാം നിറയെ റെസ്റ്റോറൻറ്റുകളാണ്. തമിഴ്നാട്ടിലെ എല്ലാ റെസ്റ്റോറൻറ്റുകളും ഇവിടെയുണ്ട്. ഇത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. അവരാണ് ഞങ്ങളെ സിംഗപ്പൂരെല്ലാം കാണിക്കാൻ കൊണ്ടുപോകുന്നത്. ഇതാണ് അറബ് സ്ട്രീറ്റ്. UAE പ്രൊഡക്ട്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ്, കീ ചെയിന്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, അങ്ങനെ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആണത്. സിംഗപ്പൂരിലെ ബുഗീസ് സ്ട്രീറ്റിലുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം. ബുഗീസ് സ്ട്രീറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന മാങ്ങകൾ, അവക്കാഡോസ്, ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രേപ്പ് ഉണ്ട്. ഷൈൻ മസ്കറ്റ് ഗ്രേപ്പ് എന്നാണ് പറയുക. ഇതെല്ലാം നമുക്കിവിടെ കാണാം. ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് ചൈന ടൗൺ. ഭയങ്കര കളർഫുള്ളും സോ ഗ്രാൻഡായിട്ടുള്ള ബിൽഡിങ്ങാണ്. അതിനകത്തൊരു ബുദ്ധ ടെമ്പിളൊക്കെ ഉണ്ട്. സോ മാർവലസ് ടു സീ.
ഇവിടെ പല വിധത്തിലുള്ള ബുദ്ധ വിഗ്രഹങ്ങളുണ്ട്. ഇന്ത്യൻസും സിംഗപ്പൂരിയൻസും ചൈനീസും പീപ്പിളൊക്കെ ഇവിടെ വന്ന് വർഷിപ്പ് ചെയ്യാറുണ്ട്. ചൈനീസ് അലങ്കാര വസ്തുക്കൾ ഇവിടെ നിറയെ ലഭ്യമാണ്. അതിമനോഹരമാണ് ഓരോന്നും കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ പോയത് സെൻറ്റോസ ഐലൻഡിലേക്കാണ്. മെട്രോയിലാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഇവിടെ കുട്ടികൾക്കും വലിയവർക്കും ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നിറയെ ആക്ടിവിറ്റീസ് ഉണ്ട്. ടൈം കുറവായതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് എല്ലാവിടെയും ഒരു വിസിറ്റ് മാത്രമാണ് നടത്തിയത്. ഇവിടെയാണ് സിംഗപ്പൂരിൻ്റെ ഹൈലൈറ്റായ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഉള്ളത്. നിറയെ റൈഡുകളൊക്കെ ഉള്ളതാണ് അത്. ഇത് ഓഷ്യനേറിയമാണ്. നമ്മളൊരു ട്രെയിനിൽ കയറി ഈ എല്ലാ സ്റ്റേഷനുകളും കവർ ചെയ്തു. വിവോസിറ്റി, ബീച്ച് സ്റ്റേഷൻ, റിസോർട്ട് വേൾഡ് സ്റ്റേഷൻ, ഇതെല്ലാം ജസ്റ്റ് എല്ലാം ഒന്ന് കറങ്ങി കണ്ടു.
ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവണമെങ്കിൽ ഒരു ഫുൾ ഡേ ടൈം വേണം. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകളുണ്ട്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണിതെല്ലാം. അങ്ങനെ അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ നല്ലൊരു ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെയുള്ള നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ ഗൈഡൻസ് ഉള്ളത് കൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് കറക്റ്റായിട്ടൊക്കെ പോയി കണ്ടെത്തി വരാൻ പറ്റി. പിന്നെ ഞങ്ങൾ പോയത് സിംഗപ്പൂർ ഫ്ലയറിലേക്കാണ്. ഇതൊരു ജയൻറ്റ് വീലാണ്, ഒബ്സർവേഷൻ വീലാണ്. 165 മീറ്റർ ടോളാണിത്. ഇതിലെ റൈഡ് എന്ന് പറയുന്നത് 30 മിനിറ്റ്സാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് പേടിച്ചാണ് ഞാനിതെല്ലാം കയറിയിരുന്നത്. പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. സിംഗപ്പൂരിലുള്ള എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനും ലാൻഡ്മാർക്സും എല്ലാം ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുണ്ട്, ഒട്ടും പേടിക്കാനില്ലാതെ. ഇതൊക്കെയാണ് ഞങ്ങളുടെ സിംഗപ്പൂർ വിസിറ്റിലെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ ഇനി വേറെ വീഡിയോയിലായിട്ട് വരാം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.